വേർഡ് പ്രോബ്ലംസ് ഓൺ സബ്ട്രാക്ഷൻ. വേർഡ് പ്രോബ്ലംസ് ഇതുപോലെ തന്നെ നിങ്ങളിപ്പോ 5ാം ക്ലാസ്സിൽ എത്തിയില്ലേ? അത്യാവശ്യം സ്റ്റെപ്സ് ഒക്കെ എഴുതാൻ അറിയല്ലോ. വേർഡ് പ്രോബ്ലത്തിന്റെ സ്റ്റെപ്സ് ഒക്കെ ഏകദേശം ഊഹിച്ചിട്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും മൈൻഡ് ആക്കണ്ട. എങ്ങനെയായാലും സ്റ്റെപ്സ് എഴുതാൻ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ. അപ്പൊ നിങ്ങൾ വേർഡ് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കാം. ഇപ്പൊ എക്സാമിന് ഇപ്പോ ഈ അടുത്ത് വരുന്ന സെമസ്റ്റർ എക്സാമിന് ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചു തരും, മീനിങ് പറഞ്ഞു തരും. നിങ്ങൾ വീട്ടിൽ നിന്നല്ലേ എഴുതുന്നേ, പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ക്വസ്റ്റ്യന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്സ് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇനി അതില് പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ, മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ആ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കണ്ടോ? Sushila purchased 7 1/3 meter ribbon and cut a piece of 2 1/4 meter from it. What fraction of the ribbon is left with Sushila? What is left with in the question കണ്ടിട്ടുണ്ടെങ്കിൽ the question is about subtraction. അല്ലെങ്കിൽ what is the difference എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ the question is about subtraction. What is left with? How much more അല്ലെങ്കിൽ how much less എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. അത് ഏതൊക്കെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? Sushila purchased 7 1/3 meter ribbon and cut a piece of 2 1/4 from it. സുശീല എത്രയോ മീറ്റർ റിബൺ വാങ്ങിയതിന് ശേഷം കുറച്ച് ഭാഗം അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി റിബൺ ഈസ് ലെഫ്റ്റ് വിത്ത് സുശീല? സുശീലയുടെ കയ്യിൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? അപ്പൊ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത് മൈനസ് ചെയ്താൽ ബാക്കി നമ്മളുടെ കയ്യിലുള്ളത് കിട്ടുമല്ലോ. കിട്ടുമോ? പേജ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞു. പേജ് നമ്പർ 121. അതിൽ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ടോട്ടൽ ലെങ്ത് ഓഫ് ദി റിബൺ 7 1/3 meter. Length of the piece cut 2 1/4 meter. Length of the ribbon left with സുശീല. സുശീലയുടെ കയ്യിൽ ബാക്കിയില്ല റിബണിന്റെ ലെങ്ത് 7 1/3 minus 2 1/4. ഇതിൽ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താ? ഹോൾ നമ്പേഴ്സ് ഒക്കെ ആദ്യം മൈനസ് ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബാക്കി ബാക്കി ഫ്രാക്ഷൻ പാർട്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കണേ. സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾ നമ്പേഴ്സ് ആദ്യം സബ്ട്രാക്ട് ചെയ്യുന്നു, ഫ്രാക്ഷൻസ് ആദ്യം സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അതായത് അത് നേരത്തെ പറഞ്ഞു തരാൻ വിട്ടുപോയി. ലിസൺ ഹിയർ. 7 1/3 minus 2 1/4. 2 1/4. ഇതിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യം 7 minus 2 ചെയ്യുന്നു. 7 minus 2 ചെയ്യുന്നു. എന്നിട്ട് അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യും? 1/3 minus 1/4. ഫ്രാക്ഷൻസിന്റെ ഡിഫറൻസ് അതിനോടുകൂടി ആഡ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നേരത്തെ മിസ് പറഞ്ഞുതരാൻ മറന്നുപോയി. 7 minus 2, 7ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. എന്നിട്ട് 1/3 minus 1/4 അതിനോടുകൂടി ആഡ് ചെയ്യാം.
ആഡ് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് വേറെ ഒന്നുമില്ല. 7 - 2 5. 1/3 - 1/4. ഇതിന്റെ LCM 12 ആണ്. 3നെ 12 ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1നെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4നെ 12 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോ 5 + 4 - 3 1/12. 5 + 1/12 എന്ന് പറഞ്ഞാൽ 5 1/12. ഇത്രേ മീനിങ് ഉള്ളൂ. അതിന് ആ പ്ലസ് ഇടുന്നതിന് ഈ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജോയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്തിടുന്നത്, ഇവിടെ പ്ലസ് ഇടുന്നത്. സാധാരണ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് മാത്രമാണ്. 7 - 2 കണ്ടുപിടിക്കുന്നു, 1/3 - 1/4 കണ്ടുപിടിക്കുന്നു. അതിനിടയിൽ ഈ പ്ലസ് ഇടുന്ന എന്താന്ന് വെച്ചാല് അത് ഇതിനോടുകൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ, അതായത് ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്ലസ് ഇടുന്നത്. അതല്ലാതെ 7 - 2 പിന്നെ 1/3 - 1/4 എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ രണ്ടെണ്ണം ബ്രാക്കറ്റിൽ എഴുതിയാൽ അതിന്റെ മീനിങ്, ഇവിടെ സൈൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ, ഈ രണ്ട് ബ്രാക്കറ്റിന് ഇടയിൽ സൈൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സൈനും നമ്മൾ ഇട്ടിട്ടില്ല എന്നാണെങ്കിൽ, ഈ രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് ഒരു സൈനും ഇട്ടിട്ടില്ല എന്നാണെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. രണ്ടെണ്ണം നമ്മൾ ബ്രാക്കറ്റിൽ അടുപ്പിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് രണ്ട് ടേംസ് മാത്സിൽ നമ്മളിങ്ങനെ അടുപ്പിച്ച് ബ്രാക്കറ്റിൽ എഴുതിയാൽ അതിന്റെ മീനിങ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്ലസ് ഇട്ട് കൊടുക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എല്ലാം വ്യത്യാസം വരും, ഫ്രാക്ഷന്റെ വാല്യൂവില് വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം മനസ്സിലായല്ലോ? ഇനി അതിൽ അതേപോലെ 4-5 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, മീനിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മീനിങ് പറഞ്ഞോ? വേർഡ് പ്രോബ്ലത്തിന്റെ മീനിങ് പറഞ്ഞോ? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. എക്സസൈസ് 6.5. Exercise 6.5. First question, solve these word problems. First question, a bamboo is 9 meters long. If 6 5/3 meter is cut from it, what length of the bamboo remains? ബാംബു എന്ന് വെച്ചാല് മുള. ഒരു ബാംബുവിന് 9 മീറ്റർ ലോങ് ഉണ്ടായിരുന്നു, 9 മീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു. ആ ബാംബു എന്ത് ചെയ്തു? 6 3/5 മീറ്റർ കട്ട് ചെയ്തു. അതിൽ നിന്ന് 6 3/5 മീറ്റർ കട്ട് ചെയ്തു. വാട്ട് ലെങ്ത് ഓഫ് ദി ബാംബു റിമൈൻസ്? എത്രയായിരിക്കും അതില് ബാക്കിയുള്ള ഇതിന്റെ നീളം? 9ൽ നിന്ന് 6 3/5 മൈനസ് ചെയ്യാം. 9ൽ നിന്ന് 6 3/5 എങ്ങനെ മൈനസ് ചെയ്യും? എളുപ്പ വഴി പറഞ്ഞുതരാം. 9 മൈനസ് 6 3/5. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മിക്സഡ് നമ്പറിനെ എന്ത് ചെയ്യണം? മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 6 × 5 30. 30 + 3 33. 9 minus 33/5. 9 minus 33/5. ഇത് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്നറിയോ? 9നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 5 മൈനസ് ഈ 33.
33/5 33. എന്നിട്ട് കോമൺ ഡിനോമിനേറ്റർ 5 ഇട്ട് കൊടുക്കുക. 9 into 5 minus 33, കോമൺ ഡിനോമിനേറ്റർ 5 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 45 minus 33 divided by 5 equal to 33. അല്ല 45 അല്ലേ? 45 അല്ലേ പിന്നെ? ഇത് 45 അല്ലേ? 45 അല്ലേ? ആ മണ്ടയ്ക്ക് എഴുതിയേ 9 minus 33/5 അവിടെ 33 എങ്ങനെ കിട്ടും? ആ 33 ഇതാ ഇതിലെ 33 33/5 33. 33/5 അതായത് നമ്മൾ ഈ 6 3/5 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പിന്നെ 33 ആടല്ലേ ഇതുണ്ട് 33 അടിയിലോ? അതായത് ഇത് എന്താ ചെയ്തെന്നറിയോ? 9 minus 6 3/5. ഓക്കെ, 9 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. മൈനസ് 6 3/5 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നു. 6 into 5 30. 30 plus 3 33. അപ്പൊ 33/5. ഇതൊരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും. ഇനി ഈ 9 നമുക്ക് 5 ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ഫ്രാക്ഷൻ ആക്കി എഴുതണം, എന്നാലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. 9 എന്ന് പറഞ്ഞാൽ 9/1 ആണ്. ഏത് നമ്പറിനെയും ബൈ 1 ആണ് ഒരു നമ്പർ. ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയല്ലേ കിട്ടുക. അപ്പൊ 9 എന്ന് പറയുന്നത് 9/1 ആണ്. ഇനി ഈ 9/1 എന്ന് പറയുന്ന ഫ്രാക്ഷനെ 5 ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. 5 ഡിനോമിനേറ്റർ ആക്കി മാറ്റാം. 5 ഡിനോമിനേറ്റർ ആക്കി മാറ്റണമെങ്കിൽ 9നെയും നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ, സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 9നെ 5 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 9നെ 5 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റണമെങ്കിൽ ഡിനോമിനേറ്റർ 5 ആയി എഴുതുമ്പോൾ ന്യൂമറേറ്റർ ആയ 9നെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 9 എന്നുള്ളത് എന്തായി മാറി? 9 into 5 divided by 5. 9 into 5 divided by 5 minus 33/5. അത് എത്രയാ? 9 into 5 45. 45 divided by 5 minus 33 divided by 5. 45/5 minus 33/5 എത്രയായിരിക്കും? 45 എന്ന് 33 മൈനസ് ചെയ്താൽ 8/5. 8/5. 8/5 ആണ് ഇതിന്റെ ആൻസർ. ഈ 45/5 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയതാണ്. ഈ 9 into 5 minus 33/5 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട്, രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിട്ട് 5 എഴുതി. ഇങ്ങനെ നിങ്ങൾ നോക്കണം, നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു, ഇതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, 8/5. ഇനി 8/5 എന്നതിനെ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലിയതാണ്. അതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണമെങ്കിൽ 8നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. 1 into 5 5. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ
3 എന്ന് കിട്ടും അല്ലേ? ഡിവിഷൻ ഇങ്ങനെയല്ലേ വരുന്നത്. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 1 എന്നും റിമൈൻഡർ 3 എന്നും കിട്ടും. ഇനി ഈ കോഷ്യന്റും റിമൈൻഡറും ഡിവൈസറും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ എഴുതാം? കോഷ്യന്റ് ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതാം. റിമൈൻഡർ എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ഡിവൈസർ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതാം. അപ്പോൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്തായി? മിക്സഡ് ഫ്രാക്ഷൻ ആയി മാറി. ഒന്നും തലയിൽ കയറുന്നില്ല അല്ലേ? അല്ലേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒന്നും തലയിൽ കയറുന്നില്ല. ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോ ഇനി അടുത്ത എക്സാം വരെയുള്ള ക്ലാസിന്റെ വീഡിയോ നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ ഒരു 2 തവണയെങ്കിലും കണ്ടിരിക്കണം. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഒരു 2 തവണയെങ്കിലും യൂട്യൂബിൽ ക്ലാസ് കണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണാം. കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇനിയും തീരാൻ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, സെക്കൻഡ് സെമസ്റ്ററിൽ ഒരുപാട് തീരാനുണ്ടല്ലോ ഇല്ലേ? എനിക്ക് തോന്നുന്നു ഈ 1st സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ സിലബസ്, ഏറ്റവും കൂടുതൽ പോർഷൻസ് വരുന്നത് 5th മാത്സിന്. അതും ടഫ് സിലബസ്. 4th 6th ഒന്നും എനിക്ക് തോന്നുന്നു ഇത്രയും വരുന്നില്ല. 5th ഏറ്റവും കൂടുതൽ സിലബസ് ചാപ്റ്റേഴ്സ് വരുന്നത്. അതും ടഫ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും യൂട്യൂബ് ക്ലാസ് കാണുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ. പ്രോബ്ലം എല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരണേ. മനസ്സിലാവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാ? യൂട്യൂബ് ക്ലാസ് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ. Ram's weight is 67/5 kilogram and Sohan's weight is 54/5 kilogram. By how many kilogram is Ram heavier than Sohan? റാമിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, സോഹന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. സോഹന്റെ വെയിറ്റിനേക്കാൾ എത്ര കൂടുതലാണ് റാമിന്റെ വെയിറ്റ്? റാമിന്റെ വെയിറ്റിൽ നിന്ന് സോഹന്റെ വെയിറ്റ് മൈനസ് ചെയ്താൽ ആ ഡിഫറൻസ് കിട്ടും. തേർഡ് വൺ. Neha bought 6 1/4 meter lace to make dress. If 1 5/6 meter of the lace is left, what length of it did Neha use for the dress? Neha ഡ്രസ് തയ്ക്കാൻ വേണ്ടി 6 1/4 മീറ്റർ ലേസ് വാങ്ങി. ഡ്രസ്സൊക്കെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര ബാക്കിയുണ്ട്? 1 5/6 മീറ്റർ ലേസ് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ലെങ്ത് ഉപയോഗിച്ചിട്ടായിരിക്കും നേഹ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക? ടോട്ടലിൽ നിന്ന് ബാക്കിയുള്ളത് മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, മിസ് പറയുന്ന എല്ലാം മൈനസ് ചെയ്യേണ്ട, ആദ്യം പറഞ്ഞ വേ തന്നെ. മൈനസ് ചെയ്യേണ്ട തന്നെ. Okay, then fourth one. Vinod wants to buy a book worth ₹75. He had ₹31 3/4 with him. How much more money does he need to buy the book? വിനോദിന്റെ കയ്യില് 75 rupees ഉണ്ട്. ഒരു ബുക്കിന് 75 rupees ആണ്. വിനോദിന്റെ കയ്യിൽ 31 3/4 മാത്രമേ ഉള്ളൂ. ഇനി എത്ര കൂടി എടുത്താൽ 75 rupees ഉള്ള ആ ബുക്ക് വിനോദിന് വാങ്ങാൻ പറ്റും? 75 നിന്ന് അത് മൈനസ് ചെയ്താൽ മതി, നമ്മളിപ്പോ ചെയ്തതുപോലെ. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ. A man gave 5/12 of his property to his wife, 1/9 to his daughter, and remaining part to his son.
What part of the man's property did the son receive? ഇതില് അഡീഷനും സബ്ട്രാക്ഷനും വരുന്നുണ്ട്. അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ മാത്രമായിട്ടും ചെയ്യാം, അഡീഷനും സബ്ട്രാക്ഷനും ആയിട്ടും ചെയ്യാം, സബ്ട്രാക്ഷൻ മാത്രമായിട്ടും ചെയ്യാം. A man gave 5/12 of his property to his wife. പ്രോപ്പർട്ടിയുടെ 5/12 പാർട്ട് എന്ത് ചെയ്തു? വൈഫിന് കൊടുത്തു. 1/9 to his daughter. 1/9 പാർട്ട് ഡോട്ടറിന് കൊടുത്തു. റിമൈനിങ് പാർട്ട് ആർക്ക് കൊടുത്തു? സണ്ണിന് കൊടുത്തു. വാട്ട് പാർട്ട് ഓഫ് ദി മാൻസ് പ്രോപ്പർട്ടി ഡിഡ് ദ സൺ റിസീവ്? ഇങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സണ്ണിന് കിട്ടിയിട്ടുണ്ടാവുക? എത്രയായിരിക്കും സണ്ണിന് കിട്ടിയിട്ടുണ്ടാവുക? എന്ത് ചെയ്താൽ മതി? അയാൾ 5/12 ഉണ്ടായിനി. 5/12 ഉണ്ടായിരുന്നത്. 5/12 അയാൾ എന്ത് ചെയ്തു? 5/12 വൈഫിന് കൊടുത്തു. 5/12 വൈഫിന് കൊടുത്തു. 1/9 ഡോക്ടറിന് കൊടുത്തു. ഡോക്ടർ അല്ലടാ, ഡോട്ടർ. DAUGHTER, ഡോട്ടർ, മകൾ. ഡോക്ടറോ? അത് ഡോക്ടർ. DOCTOR, ഡോക്ടർ. നമ്മളെ പരിശോധിക്കുന്ന ആള്. ഈ ഡോട്ടർ DAUGHTER, ഡോട്ടർ, മകൾ. രണ്ടും വ്യത്യാസമുണ്ട്. ഉച്ചാരണം വരുമ്പോ ഡോക്ടർ എന്ന് നമ്മള് സാധാ ഡോക്ടർ പറയുന്നു. മകൾക്ക് അങ്ങനെ എന്തോ ഒരു വ്യത്യാസം. ഡോട്ടർ. അവിടെ സി വരില്ല, സി പ്രൊണൗൺസിയേഷൻ വരില്ല, സി ഇല്ല അതിനകത്ത്. മറ്റേത് ഡോക്ടർ, ഒരു എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഡോക്ടറിന് വരും. മകൾ എന്നുള്ളത് പറയുമ്പോൾ ഡോട്ടർ, വരില്ല ഇടയ്ക്ക്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 1/9 ഡോട്ടറിന് കൊടുത്തു. ബാക്കിയുള്ളത് കൊടുത്തു. ബാക്കിയുള്ളത് സണ്ണിന് കൊടുത്തു. ഓക്കെ, ഈ സൺ മകനാണ്. SUN സൺ, സൂര്യനല്ല. നിങ്ങൾ വിചാരിക്കണ്ട സൂര്യന് കൊടുത്തു. SON സൺ, മകൻ. ഡോട്ടർ, മകൾ. ഓക്കെ, 5/12 വൈഫിന് കൊടുത്തു. 1/9 ഡോട്ടറിനും കൊടുത്തു. ബാക്കിയുള്ളത് സണ്ണിനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സണ്ണിന് കൊടുത്തിട്ടുണ്ടാവുക? രണ്ട് മെത്തേഡിൽ ചെയ്യാം. ടോട്ടൽ നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. 1-ൽ നിന്ന് 5/12 വൈഫിന് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 1 എന്ന് പറയുന്നത് ഇവിടെ 12 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുമ്പോൾ 12/12 എന്നാകും. 12/12 മൈനസ് 5/12. 1-ൽ നിന്ന് നമ്മൾ ഏത് ഫ്രാക്ഷൻ മൈനസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈ ഒരു മെത്തേഡ്. ഇപ്പൊ 5/12 അല്ലേ മൈനസ് ചെയ്യുന്നേ. അപ്പൊ നമുക്ക് ഇവിടെ 1-ന് പകരം 12/12 എഴുതാം. ഇവിടെ 5/15 ആണെങ്കിൽ 1-ന് പകരം 15/15 എഴുതാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയാൽ ആ ഫ്രാക്ഷൻ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ 1 നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ നോക്കുക, അതിന്റെ ഡിനോമിനേറ്റർ ഏതാ നോക്കുക. ആ ഡിനോമിനേറ്റർ ആയിരിക്കും 1-ന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇവിടെ 5/12 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോ 1-ന്റെ പ്ലേസിൽ 1-നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുമ്പോൾ 12 ആണ് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പൊ 12/12 is equal to 7/12.
12. 7/12 പാർട്ട് ബാക്കിയുണ്ട്. ഇനി 7/12 പാർട്ട് ബാക്കിയുള്ളതിൽ ഡോട്ടറിന് എത്ര കൊടുക്കുന്നു? -1/9. 1/9 ആണ് ഡോട്ടറിന് കൊടുക്കുന്നത്. 7/12 നിന്ന് 1/9 മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 12ന്റെയും 9ന്റെയും LCM എടുക്കുക. 12ന്റെയും 9ന്റെയും LCM എത്രയാ? അറിയോ? ചെയ്ത് നോക്കണം. 12ന്റെയും 9ന്റെയും LCM എത്രയാന്ന്? It is 36. 36 ആണ് 12ന്റെയും 9ന്റെയും LCM. അപ്പൊ 12നെ നമ്മൾ 36 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12നെ 36 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ 7നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 3 മൈനസ് 9നെ 36 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1നെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 ഈക്വൽ ടു 7 × 3 21/36 മൈനസ് 4/36 ഈക്വൽ ടു 21ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 17/36. 17/36. അപ്പോ അയാളുടെ സണ്ണിന് കിട്ടിയിരിക്കുന്നത് അയാളുടെ പ്രോപ്പർട്ടിയുടെ 17/36 ആണ്. ഓക്കെ, ഇതുപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കുറച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. കേട്ടല്ലോ? ഇനി നമുക്ക് അടുത്തത് വരുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ്. ഡോണ്ട് വറി, ഇറ്റ് ഈസ് വെരി ഈസി. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും പകുതിയുടെ പകുതി പണി പോലും ഇല്ല മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കാൻ. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെടുക്കാം. നാളെ ഉണ്ടോ നിങ്ങൾക്ക് ക്ലാസ്? മാത്സിന്റെ ഉണ്ടോ ജോസി? ഉണ്ട്. ഓക്കെ, നാളെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തീർക്കാം. ഈ ചാപ്റ്റർ നാളെ ക്ലോസ് ചെയ്യാം. പെട്ടെന്ന് തീരും. ഓക്കെ, ഓക്കെ. അപ്പൊ ശരി, നാളെ കാണാം. ബൈ. ലാസ്റ്റ് ക്വസ്റ്റ്യനോ? മോക്ക് വോയിസ് അയച്ചെന്നാ മതിയോ? ഓക്കെ.